നമസ്കാരം. ദ ക്ലാസ്മേറ്റ്സ് അൺഫിൽറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന പോലെ IPL 19th edition 2026 ഇപ്പോൾ അടുത്തടുത്ത് തുടങ്ങുകയാണ്. Cricket's biggest stage returns. 10 teams, 10 captains, 1 trophy. Every captain ready, every team hungry. The Indian Premier League begins March 28th. Let the battle begin. നാളെയാണ് ഈ സീസണിലെ ആദ്യ മത്സരം. ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ RCBയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് തുടങ്ങുകയാണ്, ക്ലാസ്മേറ്റ്സ് ക്രിക്കറ്റ് കോർണർ. നമ്മുടെ ഈ വീഡിയോ പ്രൊഡിക്ഷൻസ് ഉണ്ടാവും, തലേ ദിവസത്തെ മാച്ച് അനാലിസിസ് ഉണ്ടാവും, പിന്നെ നമ്മൾ പുതിയ അടുത്ത ദിവസത്തെ കളി എങ്ങനെയായിരിക്കും, ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടപ്പെട്ട ടീമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സോ അത് നമ്മൾ രാഹുലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഹുലിന്റെ ജേഴ്സി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്നുള്ളത്. സോ രാഹുൽ, ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? എന്റെ ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. എന്റെ ടീം ജേഴ്സി ഇന്ന് ഒരാൾ ഓൾറെഡി ഇട്ടോണ്ടാണ്, ചെന്നൈയാണ്. ഞങ്ങള് പണ്ട് ചെന്നൈയിലായിരുന്നു. അങ്ങനെ പലരും ഈ വർഷം ചെന്നൈയിലോട്ട് വന്നവരുണ്ട്. സഞ്ജു ഇപ്രാവശ്യം ചെന്നൈ കളിക്കുന്നുണ്ട്, ഇപ്രാവശ്യം രാജസ്ഥാനായിട്ട് ചെന്നൈയിലേക്കാണ്. ഇന്ത്യൻ ജേഴ്സി ഇട്ടോ നിൽക്കുന്നത്, പക്ഷെ ഇപ്രാവശ്യം ചെന്നൈനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് ടെമ്പററി സപ്പോർട്ട് ഒന്നും ആവശ്യമില്ല. 2007 മുതലുള്ളവർ മാത്രം മതി ഇവിടെ. അതൊക്കെ അങ്ങനെ പലരും പറയും. ചെന്നൈ സപ്പോർട്ടേഴ്സ് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് രാജസ്ഥാൻ ഇല്ല, ചെന്നൈ സപ്പോർട്ടേഴ്സ് ഇപ്രാവശ്യം എണ്ണം കൂടിയിട്ടുണ്ട്. കുറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ, കുറഞ്ഞിട്ടേ ഇല്ല. രാജസ്ഥാൻ കൂടി ഞാൻ സപ്പോർട്ട് ചെയ്യും, രാജസ്ഥാനെ കൂടി ഞാൻ സപ്പോർട്ട് ചെയ്യും. ചെന്നൈയാണ് ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നത്. ചിലവരൊക്കെ സപ്പോർട്ട് ചെയ്തത് നേരത്തെ ഞങ്ങൾക്ക് ഒരു 5 കപ്പെങ്കിലും ഉണ്ടായിരുന്നു, 2 ചാമ്പ്യൻസ് ലീഗ് ട്രോഫി. ഇതാണ് ഇപ്പൊ ഒന്നും അടിക്കില്ലാന്ന് തോന്നി. രാജസ്ഥാന് കപ്പ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ചെന്നൈ ആയിരുന്നേ ഉള്ളൂ. സഞ്ജു ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം ചെന്നൈ സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എനിക്ക് കഴിഞ്ഞ IPL സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയായിരുന്നു. ഈ വർഷം സഞ്ജു അടിച്ചപ്പോ കുറെ പേര് സഞ്ജുവിന്റെ ചെന്നൈയാണ്, ഓൺലി ബിക്കോസ് ഓഫ് സഞ്ജു. അതെ, വാർദ്ധക്യം ബാധിച്ച ചെന്നൈ എന്ന ടീമിനെ തിരുവനന്തപുരത്ത് ഇവിടെ ആരും കൂടി ഞങ്ങൾ കുറച്ച് അതെ അതെ ശരിയാണ്. സഞ്ജുവിൽ തലയാണ് ഞാൻ അങ്ങനെ ഹിറ്റ് ചെയ്യുന്നില്ല, പക്ഷെ പ്രായമായ ചെന്നൈ ടീമിനെ സംബന്ധിച്ച ചെന്നൈക്ക് ഒരു പുതിയ നമ്മള് ആക്ച്വലി ഏത് ടീം കപ്പടിക്കുന്നുള്ളതിനേക്കാൾ കൂടുതൽ ചെന്നൈ ടീമിന് തന്നെ ഒരു ഐക്യമില്ല. അതാണ് ചെന്നൈ ടീമിലൂടെ വന്ന ആൾക്കാരുള്ളൂ. രാഹുല് 2007 തുടങ്ങി ചെന്നൈയുടെ, അതെനിക്കറിയാം. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ചെന്നൈയിലാത്ത ആൾക്കാർ അവരായിട്ട് ഒഫൻസ് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല മുമ്പ്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ സഞ്ജു ഉള്ളതുകൊണ്ട് എനിക്ക് ചെന്നൈ സപ്പോർട്ട് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് ഇതുവരെ ചെന്നൈനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല? കഴിഞ്ഞ വർഷം IPL വരെ ചെന്നൈയുടെ ഫാൻസ്. ഞാൻ കുറെ പേര് അതെല്ലാവർക്കും കോമഡി പറയാം. ചെന്നൈയുടെ കാര്യം ഞാൻ 2007 കൊൽക്കത്തയാണ്, ഇപ്പോഴും കൊൽക്കത്തയാണ്. എന്തായാലും ഫസ്റ്റ് ടൈം കൊൽക്കത്ത, സെക്കൻഡ് ടൈം മുംബൈ. ചെന്നൈ എന്തായാലും സപ്പോർട്ട് ചെയ്തില്ല. ചെന്നൈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെന്നൈയും പിന്നെ RCB പറഞ്ഞു, അപ്പൊ ഞാൻ ചെന്നൈ സപ്പോർട്ട് എനിക്ക് ഏറ്റവും ഓക്കെ, ഞാൻ പറയാം. സോ ഞാൻ ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്യുന്നത് മുംബൈ ഇന്ത്യൻസിനാണ്. മുംബൈ ഇന്ത്യൻസ് ആണ് നമ്മളുടെ നിലവിലെ ടീമിലെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ട് ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, കണ്ടില്ല. കളികൾ നടക്കുന്നുണ്ടല്ലോ, കളി കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കും. മുംബൈ ഇന്ത്യൻസിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒന്നാം ക്യാപ്റ്റനെ അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. വന്നപ്പോ അടിക്കട യൂട്ടേൺ കൈ
നമ്മള് ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഈ തർക്കം എപ്പോഴും നീണ്ടേണ്ടി പോകും. രണ്ടാമത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് RCB-നെയാണ്. കാരണം RCB-യും ഇപ്രാവശ്യം ഈ വർഷം ബാംഗ്ലൂരിൽ ചെന്ന് ചെന്നൈ കപ്പടിക്കും. അല്ല, ബാംഗ്ലൂരിൽ പ്രാവശ്യം കുറെ ഫാൻസ് ഉണ്ട്. ഇപ്രാവശ്യം ഫൈനൽ ബാംഗ്ലൂരിലായിരിക്കുമല്ലോ. ചിന്നസ്വാമി പോയിട്ട് നമ്മൾ കപ്പടിക്കും. ആരൊക്കെ ആയിരിക്കും ഫൈനലിൽ? ചെന്നൈ ആരാണെങ്കിലും ചെന്നൈ അടിക്കും. എനിക്ക് ഞാൻ പറയാം, എനിക്ക് ചെന്നൈ അടിക്കണം എന്നാണ് ഇപ്രാവശ്യം. സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം. ഇതെന്ത് സഞ്ജു ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങളുടെ ആവശ്യമൊക്കെ ഇല്ല. ഈ പ്രാവശ്യം നിങ്ങളുടെ ആവശ്യമില്ലാതെ സഞ്ജുവിന്റെ ആവശ്യമില്ലാതെ ഓക്കെ. ചെന്നൈ മുംബൈയും ഫൈനലിൽ ഫൈനലില് ചെന്നൈ കപ്പടിക്കും. ചെന്നൈ മുംബൈ ഒപ്പാണ് കപ്പടിക്കും. റോഷാവ് ഇഞ്ചുറി മുംബൈ അടിക്കുന്നു. റോഷാവ് ഇഞ്ചുറി അതിനു മുമ്പ് ചിലപ്പോൾ ചോദിച്ചാൽ ബെഞ്ചിൽ തലനെ ഞങ്ങളെ ഒരു ബ്രാൻഡിനെ കൊണ്ടുനടക്കണേ. അല്ലാണ്ട് എടാ ഈ IPL റൂൾസ് വരെ പുള്ളിക്ക് വേണ്ടിയാണ് മാറ്റുന്നത്. ഞങ്ങള് ചെന്നൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മള് ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയല്ലേ. അത് നിങ്ങളില്ല. നമ്മളിതിലില്ല, കണ്ടാ മതി. ഒറിജിനൽ ഓഡിയൻസിനോട് പറയുന്നത് ഇന്നലെ വരെ മദ്രാസായിരുന്നു, ഇന്ന് ചെന്നൈ ആണ്. അത് പഞ്ചഡായത്. അത് പഴയ ചെന്നൈ ആയിരുന്നു ഇതുവരെ. ചെന്നൈ ചെന്നൈയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ കൂടുതൽ. ഇതിപ്പോ ഇടി ഉണ്ടാവുന്നത് അപ്പൊ ഓക്കെ, നമുക്ക് നാളത്തെ മാച്ചിനെ കുറിച്ച് ഒരു ഇതെന്താണ് എല്ലാവരുടെയും അറിഞ്ഞപ്പെടുന്നത്. ഇപ്പോഴത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ് RCB. അപ്പൊ SRH എങ്ങനെയൊക്കെ ഒരു കപ്പ് കിട്ടി. SRHും RCBയും വന്നതിനകത്ത് SRHന്റെ ഏറ്റവും ഹൈയസ്റ്റ് സ്കോർ വന്നിരിക്കുന്ന RCBക്ക് എതിരാണ്. 87 സംതിങ് RCBക്ക് എതിരെ അടിച്ചത്. ലോ സ്കോറിനുണ്ട്. നാളത്തെ കളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പോ ശനിശൻ ഒരു 80 അടിക്കും, അഭിഷേക് ശർമ്മ ഒരു 50 അടിക്കും. ട്രാവിസ് ഹെഡ് ട്രാവിസ് ഹെഡ് ഒന്നും അടിക്കാൻ പോകുന്നില്ല. ആര് ജയിക്കും? RCB ആണോ SRH? ജയിക്കില്ല, RCB ജയിക്കും. നാളത്തെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള RCB മാച്ച്. ജയിക്കും. കാരണം സോണാൽ പാണ്ഡ്യക്ക് 4 വിക്കറ്റ്. കാരണം ചാമ്പ്യൻ മെയിൻലി പറയണെങ്കിൽ RCBയുടെ ഒരു പ്ലേയിങ് ലെവലും SRHന്റെ പ്ലേയിങ് ലെവലും ഭയങ്കര സ്ട്രോങ് ആണ്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ട ബാറ്റേഴ്സ്. ഇഷാൻ കിഷൻ കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ഫോമിലാണ്, നല്ല ഫോമിലാണ്. അഭിഷേക് ശർമ്മ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരാളാണ്. വെങ്കടേഷ് അയ്യർ ഡിഫറെന്റ് ചേഞ്ച് നടത്തിയിരിക്കുന്നു. വെങ്കടേഷ് അയ്യർ കഴിഞ്ഞ തവണ അത്രത്തോളം ചോദിച്ചില്ലെങ്കിൽ പോലും ഒരു ക്രൂഷ്യൽ മാച്ചുകളിലൊക്കെ അസീമുദ്ദീന്റെയും ഇഞ്ചുറി, കമ്മിൻസിന്റെ രണ്ട് ടീമിലും രണ്ട് ടീമില് ഫാൻസുകാർ അല്ലെങ്കിൽ എല്ലാ IPL പ്രേമികളും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാൻസ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് വിരാട് കോഹ്ലി. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വിരാട് കോഹ്ലി ഇപ്രാവശ്യം കുറച്ച് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഇപ്പൊ എല്ലാവരും കൺസിസ്റ്റൻസി ചെയ്യുന്നു അല്ലെങ്കിൽ കുറഞ്ഞ ബോളുകളിൽ കൂടുതൽ ബോളുകൾ എടുക്കുന്നു പറഞ്ഞ് സ്ട്രൈക്ക് റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് വിലയിരുത്തുമ്പോഴും ഒരു കൺസിസ്റ്റൻസി എല്ലാ പ്രാവശ്യവും RCBനെ ജയിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ കോഹ്ലിയുടെ പെർഫോമൻസ് ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കോഹ്ലി ഫാൻസിനും RCB ഫാൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്റെ പ്രൊഡിക്ഷൻ RCB ജയിക്കുന്നതാണ്. കാരണം ടീം വൈസ് ബാറ്റേഴ്സ് ആണെങ്കിലും വിരാട് കോഹ്ലി, ബത്തല്, ദേവദത്ത് പടിക്കൽ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ പട്ടികാർ എല്ലാവരും ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ബാറ്റേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ബോളേഴ്സിന്റെ കാര്യമാണെങ്കിലും ഭുവനേശ്വർ കുമാറും ഇപ്പൊ പുതിയതായിട്ട് വന്ന ഡഫി ആണെങ്കിലും നല്ല ബോളേഴ്സാണ്.
സ്പിന്നേഴ്സ് കൃണാൽ പാണ്ഡ്യ ഉണ്ട്, അതേപോലെ തന്നെ സ്വപ്നിൽ ശർമ്മയുണ്ട്. സോ ഒരു ശ്രീയാൻ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ഈ പറഞ്ഞ RCB. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗെയിം ഇവന്തോ നല്ല മാച്ചേഴ്സ് ഉണ്ടെങ്കിലും RCB ജയിക്കുന്നതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. അപ്പൊ അവൻ പറഞ്ഞ സ്ഥിതിക്ക് സെർച്ച് ചെയ്യും. ഇനി അടുത്താണ് SRH ജയിക്കും, 100% ജയിക്കും. എന്തുകൊണ്ട് പറഞ്ഞു? അത് ചോദിക്കേണ്ട ആവശ്യമില്ല, SRH ജയിക്കും, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, നമ്മ അത്രയും സ്ട്രോങ് ആണ്. ഞാൻ SRH ചേച്ചി ആണെങ്കിൽ SRH ജയിക്കുന്നതാണ്. കാരണം ശേഷം നമ്മളെ അടിച്ച് കയറ്റാൻ ചെറിയ കണ്ടിന്യൂസ് മാച്ചുകളിൽ ഒരു ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഹൈ സ്കോർ അടിച്ചിട്ടുള്ള ടീമാണ്. 3 പ്രാവശ്യമാണ് പ്ലേസസ്. ഫസ്റ്റ് ടോപ്പ് 3 അറിയുന്നത് RCB 231, 287 അങ്ങനെ. RCB ഫാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും നാളത്തെ മാച്ചിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ഹൈദരാബാദ് ജയിക്കും. നീ ആരാ പറഞ്ഞേ? എനിക്ക് RCB ആണെന്നാണ്. അപ്പൊ രണ്ടുപേരും എനിക്ക് RCB ജയിക്കാനാണ് ചാൻസ് ഉള്ളത്. കാരണം? എനിക്ക് ആ ഒരു ഫൈനലിൽ തന്നെ ബെത്തൽ നല്ല ഫോമില് പുള്ളി എന്തായാലും അവരെടുക്കും എന്തായാലും ഫസ്റ്റ് മാച്ചിനകത്ത് തന്നെ. പിന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് RCB-യിലേക്കാണ് എനിക്ക് കൂടുതൽ ഹൈദരാബാദിലെ സമയത്ത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ആവിസെറ്റ്, ഹാസൻ ഒരു നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നില. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും, ഏതൊക്കെ ടീമിനെ സപ്പോർട്ട് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ പോസ്റ്റ് മാച്ച് റിവ്യൂ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഡേയിലെ മാച്ചിനെ കുറിച്ച് ഞങ്ങളുടെ സജഷൻ എന്തൊക്കെയാണ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അതാണ് ഇതിനകത്ത് വരിക റിവ്യൂവിൽ. ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഇനി നമുക്ക് IPL 2026 സമയമുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. സോ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ആവേശമാണ്, ഒരു ലഹരിയാണ്. IPL അതിന് മുകളിൽ ഒരു ലഹരിയാണ്. സോ ഇതിനകത്ത് നിങ്ങളുടെ വ്യൂ പോയിന്റ്, ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, നിങ്ങളുടെ പ്രോബബിൾ ലെവൽ എന്താണ്, നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം. അത് വെച്ച് എഗെയിൻ നമുക്ക് ഇനിയും വീഡിയോസ് തുടർന്നും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കളി കഴിഞ്ഞിട്ട് കാണാം. ബൈ. ബൈ ബൈ.